എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതായത് 12,000 രൂപ പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു 2 സ്ട്രാറ്റജിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണാത്തവരുണ്ടെന്ന് കണ്ടിട്ട് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ 2 സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തത് ഫിൻ നിഫ്റ്റിയുടെ ഒരു സ്ട്രാറ്റജി, അതായത് ഒരു 600 രൂപ ലോസ് വരാവുന്ന സ്ട്രാറ്റജി. അപ്പോൾ അത് കറക്റ്റ് ഒരു 10 ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു 20 പോയിന്റ് താഴെയാണ് ഫിൻ നിഫ്റ്റി ക്ലോസ് ചെയ്തത്, ഇന്നലെ ക്ലോസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഫിൻ നിഫ്റ്റിയുടെ സ്ട്രാറ്റജിയിൽ ഏകദേശം ഒരു 550 രൂപയോളം ലോസ് സംഭവിച്ചു ഫിൻ നിഫ്റ്റിയുടെ ആ സ്ട്രാറ്റജിയിൽ. അത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ല, കാരണം അത്രയും ലോസ് അല്ലേ ഉള്ളൂ, അതിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതെ. പക്ഷേ നിഫ്റ്റിയുടെ സ്ട്രാറ്റജിയിൽ ആ ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3000 രൂപയോളം ലോസാണ് ആ സ്ട്രാറ്റജിയിലുണ്ട്. അപ്പോൾ ഇന്ന് അത് ഏകദേശം ആ ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ആ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്തത് നിഫ്റ്റിയുടെ 21,750 PE പുട്ട് 2 ലോട്ട് 128 രൂപയ്ക്ക് സെല്ല് ചെയ്തു. അതുകൂടാതെ 21,500 പുട്ട് 48 രൂപയ്ക്ക് ബൈ ചെയ്തു. അതുകൂടാതെ 22,000 പുട്ട് 275 രൂപയ്ക്ക് ബൈ ചെയ്തു. ഇത്രയും കണ്ടീഷനാണ് നമ്മൾ ആ വീഡിയോയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നത് 21,567. അപ്പോൾ ഇന്ന് ഏകദേശം ആ റേഞ്ചിൻ്റെ അവിടെ മാർക്കറ്റ് നിന്നു, നിഫ്റ്റി നിന്നു. അപ്പം നിഫ്റ്റി വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഒരു ഡൗൺ സൈഡിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി നമ്മൾ കൈ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ട് നമുക്ക് ലോസ് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ അത് പ്രോഫിറ്റിലേക്ക് എങ്ങനെ മാറാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ട്, മനസ്സിലാവാത്തവർ 1-2 സമയം കാണണം. പഴയ വീഡിയോ എടുത്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമാണ്, എന്താണ് അതിൽ കൃത്യമായി ചെയ്തു വെച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ 2 ലോട്ട് സെല്ല് ചെയ്ത 2 ലോട്ട് എടുത്ത് മാറ്റുന്നു, ബൈ ചെയ്ത വേറെ ലോട്ടും നമ്മൾ എടുത്ത് മാറ്റുന്നു. ഇവിടെ നമ്മൾ സെല്ല് ചെയ്തിട്ട് 21,750 പുട്ടുണ്ട് നമ്മൾ ഇതിൽ സെല്ല് ചെയ്തിട്ടുള്ളൂ 2 ലോട്ട്. ആ സെല്ല് ചെയ്ത ആ 2 ലോട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ 21,700 പുട്ടാക്കി മാറ്റുന്നു. ഇതിലിപ്പോൾ നമുക്ക് താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് ലോസാണ്. പക്ഷേ ഈ കണ്ടീഷൻ വരെ നമുക്ക് ആകെ 572 രൂപ ലോസേ ഉള്ളൂ ഇതുവരെ. പക്ഷേ നാളെ ഇതിൽ കൂടുതൽ താഴെ ഇടങ്കിൽ വീണ്ടും ലോസ് സംഭവിക്കും നമുക്ക്. അപ്പോൾ അത്രയും ലോസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ 572 രൂപ കറണ്ട് മാറും, പക്ഷേ ഇത്രയും ലോസ് ഇല്ല. ഇതിപ്പോൾ ഇന്ന് ക്ലോസിങ്ങിൽ ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗിൽ ഇത്രയും ലോസ് കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ച് കാണുക എല്ലാവരും. അപ്പോൾ ഇവിടെ 21,750 ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോണ്. 21,700 ആക്കുന്നു നമ്മൾ പുട്ട് 21,700. അപ്പോൾ 21,700 ഇപ്പം മാർക്കറ്റ് റേറ്റ് 197 നടക്കുന്നത്. പക്ഷേ മോർണിംഗിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് 148 അതിൻ്റെ റേറ്റ്. 148 മോഡിഫൈ ചെയ്തു. അതുകൂടാണ്ട് 21,500 പുട്ടിട്ട് ഇവിടെ നമ്മൾ ബൈ ചെയ്തത്, അത് മാറ്റിയിട്ട് 21,600 പുട്ടാക്കി മാറ്റി. 21,600 ഇത്രയും ഈ രണ്ട് ഇതാണ് നമ്മൾ ചെയ്തിട്ട്. അത് 80 രൂപയ്ക്കിടെ ബൈ ചെയ്യുക, 80 രൂപയ്ക്കിടെ ബൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നോക്കിയാൽ പ്രോഫിറ്റ് അങ്ങനെ വന്നു നോക്കിയാൽ കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. ആ 2 സെല്ല് ചെയ്ത 2 21,750 വരെ 21,700 ആക്കി. 21,750 വരെ 21,700 ആക്കി. 21,500 പകരം 21,600 ആക്കി. 21,500 അതിൽ ബൈ ചെയ്തിട്ടുണ്ടായത്, അത് മാറ്റിയിട്ട് 21,600 ഇതിൽ ബൈ ചെയ്തു. മറ്റത് 21,750 സെല്ല് ചെയ്ത്, ഇതിൽ 21,700 ആക്കി. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വരുന്നത് ഇവിടെ നമുക്ക് ഏകദേശം 7,000 ഈ റേഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 21 ഈ റേഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം 12,000 രൂപയോളം പ്രോഫിറ്റായി മാറും. ഇതിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ്, അതായത്
21,940, അത് നാളെ 21,941 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതിൽ നഷ്ടം സംഭവിക്കുകയുള്ളൂ. അതിൽ താഴെ ഇടെങ്കിൽ ഈ സ്ട്രാറ്റജിയിൽ ഇതിൽ പ്രോഫിറ്റ് തന്നെയായിരിക്കും. അപ്പോൾ 400 പോയിന്റെങ്കിലും കയറിയാൽ മാത്രമേ നഷ്ടം സംഭവിക്കൂ. കയറില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, മാർക്കറ്റല്ലേ. അത്രയും കയറിയാലാണ് നഷ്ടം സംഭവിക്കുക. അതിൽ താഴെ ഇടെങ്കിൽ ഇത് പ്രോഫിറ്റിലേക്ക് മാറും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നാളെ എത്ര താഴേക്ക് വന്നാലോ അല്ലെങ്കിൽ 21,941 എനിക്കത് ലോസ് ഇല്ല ഈ സ്ട്രാറ്റജി. ആ പഴയ സ്ട്രാറ്റജി ഞാൻ ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് ഈ സ്ട്രാറ്റജിയിൽ ഇപ്പോൾ നാളെ എനിക്ക് ഈ 21,941 മുകളിൽ പോകണമെങ്കിൽ ലോസ് ഉണ്ടാവും. പക്ഷേ അതിൽ താഴെ ഇടെങ്കിൽ ഇത് പ്രോഫിറ്റിൽ തന്നെ ആയിട്ട് എനിക്ക് ഇത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത നിഫ്റ്റിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി. നിഫ്റ്റിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തില്ല, കാരണം അതിൽ നിസ്സാരമായ ലോസേ ഉള്ളൂ. ഒരു 600 എൻ്റെ ഓർമ്മ ലോസ് സംഭവിക്കുന്നവരെ. പക്ഷേ അതിൽ 500 സംതിങ് ലോസ് സംഭവിച്ചു. അതിൽ പിന്നെ 500 അല്ലേ പോകുന്നു. അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ ചെയ്യാൻ നിൽക്കണ്ട. പക്ഷേ ഇതിൽ നാളെയും താഴേക്ക് വരണമെങ്കിൽ 3000 രൂപയോളം ലോസ് സംഭവിക്കും. അപ്പോൾ ആ ലോസ് കുറയ്ക്കാനായിട്ട് ചെറിയ 2 രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു എന്ന് മാത്രം ഇത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.